ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കോതമംഗലത്ത് 5000 പട്ടയങ്ങൾ നൽകുവാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാജൻ. കോതമംഗലം താലൂക്കിൽ 5000 പട്ടയങ്ങൾ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടവൂർ, കുട്ടമ്പുഴ, നേര്യമംഗലം വില്ലേജുകളിൽ പട്ടയം അനുവദിക്കുന്നതിന് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തീരുന്നതോടെ പ്രദേശത്തെ ഏകദേശം 5000 കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുവാൻ കഴിയും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കോതമംഗലം, മൂവാറ്റുപുഴ പ്രദേശങ്ങളിലെ മറ്റൊരു സങ്കീർണ പ്രശ്നമാണ് പെരിയാർ വാലി കനാലിനോട് ചേർന്ന് താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ടത്. നേരത്തെ ആന്റണിയോട് സൂചിപ്പിച്ചതുപോലെ നിലവിൽ മെയ് മാസം വിതരണം ചെയ്യുന്ന പട്ടയങ്ങളുടെ കൂടി എണ്ണമെടുത്താൽ 2,23,945 പട്ടയങ്ങൾ ഈ 4 വർഷത്തിനകം വിതരണം ചെയ്തു എന്ന അസാമാന്യമായിട്ടുള്ള ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റ് അർഹമാകാൻ പോകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കൂടി സമയമെടുത്ത് പരിശോധിച്ചാൽ 4,956 പട്ടയങ്ങൾ ഔപചാരികമായി ഈ മെയ് മാസം പൂർത്തീകരിക്കുന്ന 4ാം വാർഷികത്തിനകത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ. നമ്മുടെ സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് വേണ്ടി ഒരു പട്ടയ മിഷൻ തന്നെ പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും അവരവരുടെ അധ്യക്ഷതയിൽ ഓരോ മണ്ഡലത്തിലെയും പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും അടക്കം മുഴുവൻ ആളുകളെയും പട്ടയ അസംബ്ലി എന്ന പേരിൽ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി. നമ്മുടെ പഞ്ചായത്തിനകത്ത്, നമ്മുടെ വാർഡിനകത്ത് ഇനി ആർക്കെല്ലാം പട്ടയം കൊടുക്കാനുണ്ട് എന്ന പ്രശ്നം ആധികാരികമായി ചർച്ച ചെയ്ത് ഓരോ നിയോജക മണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനെ, റവന്യൂ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് പെരിയാർ വാലി കനാൽ തീരത്ത് താമസിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കണമെന്നുള്ളത്. ആ പ്രശ്നത്തിനും സർക്കാർ പരിഹാരം കാണുകയാണ്. സങ്കീർണതകൾ തീർക്കുന്നതിനായി ഇറിഗേഷൻ മന്ത്രിയുമായി മെയ് മാസം തന്നെ പ്രത്യേക യോഗം ചേർന്ന് നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനീസ് ഫ്രാൻസിസ്, MBI ചെയർമാൻ EK ശിവൻ, പൈങ്ങാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽരാജ്, സീമ സിബി, മൂവാറ്റുപുഴ RDO PN അനി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, ശാന്തമ്മ ഫയസ്, മെജോ ജോർജ്, മാണി വർഗീസ്, PM കോയക്കുട്ടി, KM കുര്യാക്കോസ്, മനോജ് ഗോപി, ജമാൽ പുതുപ്പാടി, ബേബി പൗലോസ്, ജിലേഷ് മാത്യു, ബിജു കുര്യാക്കോസ്, KK അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.